Good morning students. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടിങ് ഫോർ ലീസ് എന്നുള്ളതാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൽ നമ്മൾ കുറേ തിയറി പാർട്ട് 2 ക്ലാസ്സായിട്ട് നമ്മൾ തിയറി പറഞ്ഞു. ഇനി അതിൻ്റെ ചെറുതായിട്ട് പ്രോബ്ലം ഭാഗത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അക്കൗണ്ടിങ് ബൈ ലെസ്സിയുടെ ബുക്കിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് ബൈ ലെസ്സിയുടെ ബുക്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ലെസ്സിയുടെ ബുക്കിൽ വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ. അതിലും കുറച്ച് തിയറിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. തിയറി പറയാനുണ്ട്, പിന്നെ അതിൻ്റെ ജേണൽ എൻട്രീസൊക്കെ പറയാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് കണക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അക്കൗണ്ടിങ് ബൈ ലെസ്സീസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ദി ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി അപ്ലൈഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ലെസ്സി. താഴെ പറയുന്ന പ്രിൻസിപ്പിൾസൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് കണക്കുകൾ ചെയ്യാനായിട്ട്. ദി ഫോളോയിങ് ദി പ്രിൻസിപ്പിൾസ്. ആദ്യം ഫിനാൻസ് ലീസ്, ആദ്യം ഇനീഷ്യൽ റെക്കഗ്നേഷൻ. അതിന് നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ റെക്കഗ്നേഷൻ, പിന്നെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്, സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. അങ്ങനെ 3 ടേംസ് ആയിട്ടാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മളതിൽ എന്തൊക്കെ ജേണൽ എൻട്രീസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നത് ഇന്ത്യൻ നമ്മൾ ഏത് പ്രകാരമാണത് ചെയ്യുന്നത്? IAS 17 പ്രകാരമാണ്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 17 പ്രകാരമാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് വൺ എന്നുള്ളത് പറയുന്നത് ഇനീഷ്യൽ റെക്കഗ്നേഷൻ. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ബൈ ലെസ്സി എന്നുള്ളതിൽ പറയുന്നത് ഫസ്റ്റ് വൺ ഇനീഷ്യൽ റെക്കഗ്നേഷൻ. ഇനീഷ്യൽ റെക്കഗ്നേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനീഷ്യൽ റെക്കഗ്നേഷനിൽ പറയുന്നത്, അപ്പം നമ്മൾ ലെസ്സി ഷുഡ് ബി റെക്കോർഡ് ഫിനാൻഷ്യൽ ലീസ് ഓഫ് എൻ അസെറ്റ് ഓർ ലാബിലിറ്റി ഇൻ ഈസ് ബാലൻസ് ഷീറ്റ് അറ്റ് എ ഫെയർ വാല്യൂ ഓഫ് ദി ലീസ്ഡ് പ്രോപ്പർട്ടി. അല്ലേ, എത്രയാണോ അതിൻ്റെ ഫെയർ വാല്യൂ of the leased property or the present value of the minimum lease payment of the date whichever is less. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ബൈ ലെസ്സി ആണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ റെക്കഗ്നേഷൻ ആണ് പറയാനുള്ളത്. ആ ഇനീഷ്യൽ റെക്കഗ്നേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അറ്റ് കമൻസ്മെൻറ്റ് ഡേറ്റ് ലെസ്സി ഷുഡ് റെക്കോർഡ്. അപ്പോൾ എന്നാണോ നമ്മുടെ ലീസിങ് എഗ്രിമെൻ്റ് ആരംഭിക്കുന്നത്, അല്ലേ, നമ്മുടെ ലീസിങ് എഗ്രിമെൻ്റ് എന്നാണോ ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ ആ കമൻസ്മെൻറ്റ് സമയത്ത് ലെസ്സി ഷുഡ് റെക്കോർഡ് ഫിനാൻഷ്യൽ ലീസ് ഓഫ് എൻ അസെറ്റ് ഓർ ലാബിലിറ്റി ടു ഇറ്റ്സ് ബാലൻസ് ഷീറ്റ് അറ്റ് എ ഫെയർ വാല്യൂ. എത്ര വാല്യൂ ആണ് നമ്മുടെ ലീസ് പ്രോപ്പർട്ടി? നമ്മൾ ലെസ്സി പറഞ്ഞാരാണ്? വാടകയ്ക്ക് എടുക്കുന്ന ആളെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ ആ ലെസ്സി എന്ത് ചെയ്യണം? കറക്റ്റ് വാല്യൂ, ഫെയർ വാല്യൂ ഓഫ് ദി അസെറ്റ് ഓഫ് ദ ലീസ്ഡ് പ്രോപ്പർട്ടി ആർ ടു ബി റെക്കോർഡഡ് and the present value of the minimum lease payment at the date whichever is less. Discount rate to be used in calculating the present value. നമ്മൾ ഈ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിച്ചിട്ടാണ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്കൗണ്ട് റേറ്റ് നോക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് if it is not possible, lessee's incremental borrowing right shall be used. നെക്സ്റ്റ് വൺ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. ഇനി ഡയറക്റ്റ് കോസ്റ്റ്, അപ്പോൾ ആദ്യം നമ്മൾ ഇനീഷ്യൽ റെക്കഗ്നേഷൻ നോക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡായിട്ട് നമ്മൾ പറയുന്നത് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ദി അസെറ്റ്സ്
ഓഫ് ദി ലെസി ആർ ആഡഡ് ടു ദി എമൗണ്ട് റെക്കഗ്നൈസ്ഡ് അസ് എൻ അസെറ്റ്. അപ്പോൾ നമ്മൾ എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്തു. ആദ്യം നമ്മൾ പറഞ്ഞു എമൗണ്ട് റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് എമൗണ്ട് എത്രയാണോ വരുന്നത് എന്നുള്ള കാര്യം റെക്കഗ്നൈസ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം ഇനീഷ്യൽ റെക്കഗ്നേഷൻ ഓഫ് ദി അസെറ്റിൻ്റെ ആ ഇനീഷ്യൽ റെക്കഗ്നേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ദി ലെസി ആർ ആഡഡ് ടു ദി എമൗണ്ട് റെക്കഗ്നൈസ്ഡ് ഓഫ് എൻ അസെറ്റ്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓഫൺ ഇൻക്ലൂഡ് ഇൻ കണക്ഷൻ വിത്ത് സ്പെസിഫിക് ലീസിംഗ് ആക്ടിവിറ്റി. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് ആർ ഓഫൺ എൻക്വയർഡ് ബൈ ലെസർ ഇൻക്ലൂഡ് എമൗണ്ട് ഓഫ് കമ്മീഷൻ. അതിൽ വരുന്നതാണ് കമ്മീഷൻ, ലീഗൽ ഫീസ്, ഇൻറ്റേർണൽ കോസ്റ്റ് ഫോർ ദി ഇൻക്രിമെൻ്റൽ ഓർ ഡയറക്ട്ലി അട്രിബ്യൂട്ടബിൾ ടു നെഗോഷിയേറ്റിംഗ് ഓർ അറേഞ്ചിങ് ദ ലീസ്. അതൊക്കെ ദേ എക്സ്ക്ലൂഡ് ജനറൽ ഓവർ ഹെഡ് സച്ചസ്. അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നത്, ഒഴിവാക്കുന്നത്, അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ദേ എക്സ്ക്ലൂഡ് ജനറൽ ഓവർ ഹെഡ് സച്ചസ് ദോസ് എൻക്വയർഡ് ബൈ ദ സെയിൽസ് ഓർ ആൻഡ് മാർക്കറ്റിംഗ് ടേം. അതൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ റെക്കഗ്നേഷൻ നടത്തി. പിന്നെ നമ്മൾ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ എത്രയാണോ, ഇപ്പം ഇതിലൊന്നുമില്ല, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളതിൽ എന്താ നമ്മൾ പറയുന്നത് വെച്ചെങ്കിൽ എത്രയാണോ ഇനീഷ്യൽ റെക്കഗ്നേഷൻ കോസ്റ്റ് എത്രയാണോ വന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കൂടെ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. പിന്നെ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? സബ്സീക്വൻറ്റ് നെക്സ്റ്റ് പറയുന്നതാണ് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നത്? സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എന്നുള്ളതിൽ അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദ ലീസ് ടേം. അപ്പം നമ്മൾ ആരംഭിച്ചു, ലീസ് വാടകയ്ക്ക് എടുത്തിട്ട് തുടങ്ങി, കമൻസ് ചെയ്തു. ഫിനാൻസ് ലീസ് ഷുഡ് ബി റെക്കോർഡഡ് ആസ് എൻ അസെറ്റ് ആൻഡ് ലാബിലിറ്റി അറ്റ് ദി ലോവർ ഓഫ് ദി ഫെയർ വാല്യൂ ഓഫ് ദി അസെറ്റ്. അപ്പം നമ്മൾ ഫെയർ വാല്യൂവിൽ അത് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ മിനിമം ലീസ് പേയ്മെൻറ്റ് എല്ലാം നോക്കുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റ്. നമ്മുടെ കയ്യിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരിക്കും, അതിലുണ്ടായിരിക്കും PV ഫാക്ടർ, ഡിസ്കൗണ്ടഡ് റേറ്റ്. അത് നോക്കിയിട്ടാണ് നമ്മളതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. പിന്നെ മിനിമം ലീസ് പേയ്മെൻറ്റ് ഷാൾ ബി അപ്പോർഷൻ ബിറ്റ്വീൻ ഫിനാൻസ് ചാർജ് ആൻഡ് ദി റിഡക്ഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി. അപ്പോൾ നമ്മൾ എന്താ പറയുക? മിനിമം ലീസ് പേയ്മെൻറ്റ് എങ്ങനെയാണ്? മിനിമം ലീസ് പേയ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുന്നത്? മിനിമം ലീസ് പേയ്മെൻറ്റ് മേ ബി അപ്പോർഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫിനാൻസ് ചാർജ് ആൻഡ് ദി റിഡക്ഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മിനിമം ലീസ് പേയ്മെൻറ്റ് ഷാൾ ബി അപ്പോർഷൻ ബിറ്റ്വീൻ ഫിനാൻസ് ചാർജ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ലാബിലിറ്റി. പിന്നെ ഫിനാൻസ് ലീസ് ഗീവ് റൈസ് ടു ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഫോർ ഡിപ്രീസിയബിൾ അസെറ്റ് ആസ് വെൽ ആസ് എന്താണ് ഫിനാൻസ് എക്സ്പെൻസ് ഫോർ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ എത്രത്തോളമാണ് ഫിനാൻസ് ലീസിലൂടെ നമുക്ക് എത്രത്തോളമാണ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസിൽ എത്രത്തോളമാണ് റൈസ് ഉണ്ടായത്? റൈസ് ടു ഡിപ്രീസിയേഷൻ എക്സ്പെൻസസ് ഫോർ ഡിപ്രീസിയബിൾ അസെറ്റ് ആസ് വെൽ ആസ് ഫിനാൻസ് എക്സ്പെൻസ് ഫോർ ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. ഇതൊക്കെ നോക്കിയിട്ട് ടു ഡിറ്റർമിൻ വെദർ എ ലീസ് അസെറ്റ് ഹാസ് ബിക്കം ഇംപെയർഡ് ആൻ എൻറ്റിറ്റി അപ്ലൈഡ് ഇന്ത്യൻ AS 36 ഇമ്പയർമെൻറ്റ് ഓഫ് അസെറ്റ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് വെച്ചെങ്കിൽ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഇനീഷ്യൽ റെക്കഗ്നേഷൻ നടത്തി. ആ ഇനീഷ്യൽ റെക്കഗ്നേഷൻ നടത്തിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റുകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ലെസിയുടെ ബുക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അക്കൗണ്ടിങ് ബൈ ലെസീസ്, ലെസിയുടെ ബുക്കിലുള്ള അക്കൗണ്ടിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ഫസ്റ്റ്ലി ഇനീഷ്യൽ റെക്കഗ്നേഷൻ നമ്മൾ നടത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമതായിട്ട് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നോക്കി, മൂന്നാമതായിട്ട് സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത്. ആ സബ്സീക്വൻറ്റ് മെഷർമെൻറ്റിൽ നമുക്ക് പറയാനുള്ളത് ഏതൊക്കെയാണ്?
പറയൂ. ഒന്നാമത് എന്താ നമ്മൾ നോക്കുന്നത്, അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി, നമ്മൾ ലീസ് ആരംഭിച്ചു. അറ്റ് ദ കമൻസ്മെൻറ്റ് ഓഫ് ദി ലീസ് ഫിനാൻഷ്യൽ ലീസ് ഷുഡ് ബി റെക്കോർഡ് ആസ് എൻ അസെറ്റ് ആൻഡ് ലയബിലിറ്റി എന്ന് റെക്കോർഡ് ചെയ്യുന്നു അറ്റ് ദി ലോവർ ഓർ ഫെയർ വാല്യൂ ഓഫ് ദി അസെറ്റ്. പിന്നെ രണ്ടാമതായിട്ട് മിനിമം ലീസ് പേയ്മെൻറ്റ് ഷാൾ ബി അപ്പോർഷൻ ബിറ്റ്വീൻ, മിനിമം ലീസ് പേയ്മെൻറ്റ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നു. എന്തിനൊക്കെ അനുസരിച്ചിട്ടാണ്? ബിറ്റ്വീൻ ദ ഫിനാൻസ് ചാർജ് ആൻഡ് ദി റിഡക്ഷൻ ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി. Next one, a finance give rise to depreciation expense is for depreciable asset as well as finance expense for each accounting period. ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാൻ. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ലീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സി, അതിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. At the commencement date, the lessee should be record financial lease of an asset or liability in its balance sheet at a fair value of the leased property. എത്രയാണോ, എത്ര രൂപയുടെ അതാണോ നമ്മൾ ലീസിൽ എടുത്ത് വെച്ചെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ നമ്മൾ ഡേറ്റൊക്കെ ഇട്ടിട്ട് എഴുതി വയ്ക്കുന്നു. അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ പ്രസൻറ്റ് വാല്യൂ. ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നു എന്തിനു വേണ്ടി? പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഡിസ്കൗണ്ടിങ് റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കുന്നു. ഡിസ്കൗണ്ട് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി പ്രസൻറ്റ് വാല്യൂ. പ്രസൻറ്റ് വാല്യൂ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കൗണ്ടിങ് റേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ആദ്യം ഇനീഷ്യൽ റെക്കഗ്നേഷൻ നടത്തി, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്തു, പിന്നെ സബ്സിക്വൻറ്റ് മെഷർമെൻറ്റ്സുകൾ നടത്തുകയാണ് നമ്മൾ ചെയ്തത്. ഇനി therefore the leased assets are to be capitalized. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എങ്ങനെയൊക്കെയാണ് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. For recording the leased assets as at its fair value and its present value of total lease payment. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് വെച്ചെങ്കിൽ, ആദ്യം എന്താ പറയുന്നത് വെച്ചെങ്കിലേ നമ്മൾ എന്ത് വാങ്ങുന്നു? ഫോർ റെക്കോർഡിംഗ് ദ ലീസ് അസെറ്റ്, നമ്മൾ ലീസ് അസെറ്റ് വാങ്ങിച്ചല്ലോ ഫെയർ വാല്യൂവിൽ, അറ്റ് എ ഫെയർ വാല്യൂ ഓർ അറ്റ് പ്രസൻറ്റ് വാല്യൂ, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ലീസ് അസെറ്റ് വാങ്ങിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? ലെസറുടെ കയ്യിൽ നിന്ന് ലെസ്സി ലീസ് അസെറ്റ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് നമുക്ക് എഴുതാനുള്ളത് കേട്ടോ. നമ്മൾ ചെയ്യുന്ന ആരുടെ ബുക്കാണ്? ലെസ്സിയുടെ ബുക്കാണ്. അപ്പോൾ ലെസ്സിയുടെ ബുക്ക് ചെയ്യുമ്പോൾ ലെസറുടെ പേരാണ് വരിക, ലെസറുടെ ബുക്ക് ചെയ്യുമ്പോൾ ലെസ്സിയുടെ പേര്, നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ അസെറ്റ് നമ്മൾ വാങ്ങിച്ചു, അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അത് ഫോർ റെക്കോർഡിംഗ് ദ ലീസ്ഡ് അസെറ്റ്. ഫസ്റ്റ് വൺ, ഫോർ recording the leased asset. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഫോർ റെക്കോർഡിംഗ് ദ ലീസ്ഡ് അസെറ്റ്, ഫോർ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻട്രിയാണ് ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ. അസെറ്റ് ഇങ്ങോട്ട് വന്നല്ലോ, അപ്പോൾ ലീസ്ഡ് അസെറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ അസെറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ലീസ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, അസെറ്റ് വന്നപ്പോൾ അസെറ്റിനെ ഡെബിറ്റ് ചെയ്തു. ആരാണ് നമുക്ക് തന്നെ? ഗിവറെ ക്രെഡിറ്റ് ചെയ്യുക. ആരാ ഇവിടെ ഗിവർ? ലെസർ ടു ലെസർ, ലെസേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫോർ റെക്കോർഡിംഗ് ദ ലീസ്ഡ് അസെറ്റ്, നമ്മൾ അസെറ്റ് ലീസിന് വാങ്ങിച്ചു, അപ്പോൾ അസെറ്റ് ഇയാളുടെ കയ്യിലോട്ട് വന്നു. അപ്പോൾ നമ്മൾ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗിവർ ആരാണെന്ന് വെച്ചെങ്കിൽ അയാളെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസർ. നെക്സ്റ്റ് രണ്ടാമത്തെ, ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ, നെക്സ്റ്റ് രണ്ടാമത്തെ 2, ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് എത്ര രൂപയാണ് ഡയറക്റ്റ് കോസ്റ്റ് വരുന്നത് റെക്കോർഡ് ചെയ്യുമ്പോൾ? നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നു അല്ലേ? അപ്പോൾ കാശ് പോകുമ്പോൾ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, കാശ് പോയി, കാശിനെ ക്രെഡിറ്റ് ചെയ്തോളൂ. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ? ടു ബാങ്ക്. ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതാണ് ഇവിടെ ജേണൽ എൻട്രി വരിക. നെക്സ്റ്റ് ശ്രദ്ധിക്കുക, ഫോർ റെക്കോർഡിംഗ് ദ ഫിനാൻസ് ചാർജസ് വരുമ്പോൾ, ഫോർ റെക്കോർഡിംഗ് മൂന്നാമത്തെ 3, ഫോർ റെക്കോർഡിംഗ്
for recording the finance charges. For recording the finance charges വരുമ്പോൾ അതെങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? ഫോർ റെക്കോർഡിംഗ് ദി ഫിനാൻസ് ചാർജസ് വരുമ്പോൾ എൻട്രിയാണ്. ആർക്കാണ് കൊടുക്കുന്നത്? ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ, ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സേഴ്സ് അക്കൗണ്ട്. ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സേഴ്സ് അക്കൗണ്ട് എന്നുള്ളതാണ് വരുന്നത്. ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ഫോർ പീരീഡ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഓഫ് ലീസ്. അപ്പം നമ്മൾ കാശ് കൊടുക്കുന്നു അല്ലേ, എന്താ പറയുക, നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് അടയ്ക്കുന്നു. അപ്പോൾ വരുമ്പോൾ റിസീവർ ലെസ്സർ, അപ്പോൾ ലെസ്സർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. 3 കഴിഞ്ഞു. ഇനി നാലാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നു. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് നമ്മൾ കാശടയ്ക്കുന്നു. അപ്പോൾ കാശടയ്ക്കുമ്പോൾ വരുന്നത് എൻട്രിയാണ്. ആര്? റിസീവർ ലെസ്സേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ഡെബിറ്റ് ദ റിസീവർ അല്ലേ, ലെസ്സർ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ വരിക? ബാങ്ക്. ലെസ്സർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നുള്ളതാണ് വരുന്നത് നാലാമത്തെ. ഇനി അഞ്ചാമത്തെ എൻട്രി എന്താ പറഞ്ഞാൽ? ഫോർ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ വരുമ്പോൾ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഫോർ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ to leased asset. ഡിപ്രീസിയേഷൻ വരുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ്ഡ് അസെറ്റ്. ഇനി ഫിനാൻസ് ചാർജസ് ആർ ഫോർ ട്രാൻസ്ഫറിങ് ഫിനാൻസ് ചാർജസ് ആൻഡ് ഡിപ്രീസിയേഷൻ ഓൺ ലീസ്ഡ് അസെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഫിനാൻസ് ചാർജും ഡിപ്രീസിയേഷനൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിനാൻസ് ചാർജ് ടു ഡിപ്രീസിയേഷൻ കേട്ടോ. ഇപ്പം നമ്മൾ ഇത്രയും ജേണൽ എൻട്രി എഴുതിയത് ഇൻ ദ ബുക്ക് ഓഫ് ലെസ്സി. അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ലെസ്സിയുടെ ബുക്കിൽ ലെസ്സറുടെ പേരും ലെസ്സറുടെ ബുക്കിൽ ലെസ്സിയുടെ പേരുമാണ് വരിക. അപ്പോൾ ഇൻ ദ ബുക്ക് ഓഫ് ലെസ്സിയാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഫോർ റെക്കോർഡിംഗ് ദി ലീസ്ഡ് അസെറ്റിൻ്റെ വാല്യൂ എത്രയാച്ചെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സേഴ്സ് അക്കൗണ്ട്. പിന്നെ രണ്ടാമത് ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ലീസ്ഡ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പിന്നെ ഫോർ റെക്കോർഡിംഗ് ദ ഫിനാൻസ് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസ്സേഴ്സ് അക്കൗണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നു, അപ്പോൾ ലെസ്സേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. പിന്നെ റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ്ഡ് അസെറ്റ്. ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിനാൻസ് ചാർജ് ടു ഡിപ്രീസിയേഷൻ അങ്ങനെയാണ് വരിക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ. അപ്പോൾ ലെസ്സിയുടെ ബുക്കല്ലേ എഴുതിയുള്ളൂ, ഇനി ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് എഴുതാനുള്ളത് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ. ലെസ്സറുടെ ബുക്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സറുടെ ബുക്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ റെക്കോർഡ് ദ ഫിനാൻസ് ലീസ്ഡ് അസെറ്റ്. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക എന്നുള്ളതാണ് ടു റെക്കോർഡ്, മറ്റേ തന്നെ നേരെ ഓപ്പോസിറ്റ്, ടു റെക്കോർഡ്
the finance leased asset, the finance leased asset. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആണ് വരിക കേട്ടോ അവിടെ ജേണൽ എൻട്രീസ്. അപ്പം എന്താ പറയുക, ലെസി അക്കൗണ്ട് ഡെപ്റ്റർ, ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ് അസെറ്റ്. നേരത്തെ നമ്മൾ ലീസ് അസെറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസർ എന്ന് എഴുതി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ പറയുക ലീസ് സെയിൽസ്. നെക്സ്റ്റ് രണ്ടാമത്തെ. അപ്പോൾ റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ് അല്ലേ. ടു റെക്കോർഡ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്, ടു റെക്കോർഡ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. അത് റെക്കോർഡ് ചെയ്യുമ്പോഴത്തെ എൻട്രിയാണ് ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ലീഗൽ expense account debtor, legal expense account debtor to bank, legal expense account debtor to bank. പിന്നെ റെക്കോർഡ് ഫിനാൻസ് ചാർജ്. ഫിനാൻസ് ചാർജ് നേരത്തെ നേരെ ഓപ്പോസിറ്റ് എൻട്രി 3. റെക്കോർഡ് ഫിനാൻസ് ചാർജ്, ഫിനാൻസ് ചാർജ്. ഫിനാൻസ് ചാർജ് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താണ് ജേണൽ എൻട്രി എഴുതേണ്ടത് വെച്ചെങ്കിൽ ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ, ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിനാൻസ് ചാർജ്, ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിനാൻസ് ചാർജ്. ഇനി നെക്സ്റ്റ് എൻട്രി ടു റിസീവ് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ്. പേയ്മെൻറ്റ് കിട്ടുക അല്ലേ, ഇൻസ്റ്റാൾമെൻറ്റ് തരണോ. ടു റിസീവ് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ്. കാശ് കിട്ടുന്നു. ഇയാൾക്ക് കാശ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ അല്ലേ, കാശ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ. ആരത് കൊടുക്കുന്ന ആളെ വെച്ചെങ്കിൽ അയാളെ ക്രെഡിറ്റ് ചെയ്തോളൂ. ആരാ ലെസർക്ക് കാശ് കൊടുക്കണ, ലെസി, ലെസീസ് അക്കൗണ്ട്, ലെസീസ് അക്കൗണ്ട്. ഇത്രയും എൻട്രിയാണ് ലെസറുടെ ബുക്കിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലെസറുടെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ഇൻ ദ ബുക്സ് ഓഫ് ലെസർ ടു റെക്കോർഡ് ദി ഫിനാൻസ് ലീസ്ഡ് അസെറ്റ്. അതിങ്ങനെ വരുമ്പോൾ ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലീസ് സെയിൽസ്. പിന്നെ ടു റെക്കോർഡ് ഇനീഷ്യൽ ഡയറക്റ്റ് കോസ്റ്റ്. അങ്ങനെ വരുമ്പോൾ ലീഗൽ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് റെക്കോർഡ് ഫിനാൻസ് ചാർജസ്. അങ്ങനെ വരുമ്പോൾ ലെസീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫിനാൻസ് ചാർജ്. ടു റിസീവ് പീരിയോഡിക് ലീസ് പേയ്മെൻറ്റ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലെസീസ് അക്കൗണ്ട്. ഇത്ര എൻട്രീസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി പേജ് നമ്പർ 314 ഒരു കണക്കുണ്ട്. ആ കണക്കും കൂടി നമുക്കിതിൽ ചെയ്യാം. ശ്രദ്ധിക്കാം. പേജ് നമ്പർ 314 ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. അതിൽ ഓൺ 1st January 2016 a company bought a machine under finance lease. The cash price of the machine എന്ന് പറയുന്നത് 7,71,000, while the amount to be paid was 10 lakh. The agreement required to immediate payment 2 lakh. Deposit with the balance being settled in 4 equal installments commencing on 31st December 2015. The charge of 2,29,000 represent interest at 15% per annum. Calculate the remaining balance of the liability during each accounting period. Depreciation എന്ന് പറയുന്നത് 20% per annum.
ഓൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ഈ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ സെയിം ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ സ്ട്രൈറ്റ് ലൈനിങ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്, 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഡിപ്രീസിയേഷൻ സെയിം എമൗണ്ട് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിനെയാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ഓൺ ദാറ്റ് പ്ലാന്റ് ഈസ് ടു ബി പ്രൊവൈഡഡ് ഈസ് ഫോർ അറ്റ് ദി റേറ്റ് ഓഫ് 20% per annum on straight line basis. Assuming a residual value is nil, a residual value ഇല്ല, ഷോയിങ് ഔട്ട്സ്റ്റേഡ് ക്യാപിറ്റൽ ലാബിലിറ്റി ഫോർ ഓരോ വർഷവും എത്രത്തോളം ബാധ്യതയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല, ശ്രദ്ധിക്കുക. നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. ഈ ജേണൽ എൻട്രി ഒന്നും ഇതിൽ എഴുതാനില്ല. ആദ്യം നോക്കുക, ക്യാഷ് പ്രൈസ് എത്ര രൂപയാ? 7,71,000. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 7,71,000. നമ്മൾ ആദ്യം എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ലെസ് ഡെപ്പോസിറ്റ് 2 lakh നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. ബാക്കി എത്ര വന്നു? 5,71,000. 5,71,000 ആണ് വരിക. ഇനി ഇൻട്രസ്റ്റ് വരും. ആഡ് ഇൻട്രസ്റ്റ്. എത്രയാണ് ഇൻട്രസ്റ്റ് വരിക വെച്ചെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. എത്രയാണ് ഇവിടെ ഇൻട്രസ്റ്റ് വരുന്നത്? ആഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പലിശ കൊടുക്കലേ വേണ്ട, അപ്പോൾ അത് കാരണം ആഡ് ചെയ്യുക. ആഡ് ഇൻട്രസ്റ്റ് എപ്പോഴും 100ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതണം കേട്ടോ. 100ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതുക. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം? 15% നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5,71,000 ഇൻറ്റു 15/100 സമം 85,650. നമ്മൾ 100ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ 85,600 എഴുതാം നമുക്ക് കേട്ടോ. 85,600. അപ്പോൾ 0 0 6 5 6 8 7 15 65 66 2 0 വരും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 65 85,600 അല്ലേ ആഡ് ചെയ്യേണ്ടത്? 85,600 ആഡ് ചെയ്യാം കേട്ടോ. 5,71,000 ആണുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ 85,600 ആഡ് ചെയ്തു. ഇനി അതിന്ന് ലെസ് ഇൻസ്റ്റാൾമെൻറ്റ് കുറയ്ക്കാം. ലെസ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത് കുറച്ചോളൂ. ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം രൂപയാണ് നമ്മൾ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് കുറയ്ക്കാം. 45,66 2 0 വന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത 2000 ഇതിപ്പോൾ ഏത് വർഷത്തെ നമ്മൾ ചെയ്തത്? 2016 ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചു. ഇനി ആ വർഷത്തെ നമ്മൾ ഇത് ആഡ് ചെയ്യണം. 2016 ഇൻട്രസ്റ്റ് കൂട്ടണം. ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ആഡ് ഇൻട്രസ്റ്റ് കൂട്ടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 45,66 2 0 മുകളിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതിൻ്റെ എത്ര ശതമാനം കാണുക? 45,66 2 0 അല്ലേ? അതിൻ്റെ ഇൻറ്റു 15/100. അപ്പോൾ 68,490 വരിക. അതിനെ റൗണ്ട് ചെയ്യുക നിങ്ങൾ 100ലോട്ട്. 68,500 അത് ആഡ് ചെയ്യുക കേട്ടോ. 6 5 11 ബാക്കി 1, 8 6 14 1 15 ബാക്കി 1, 6 5 12 5, 52 51 2 0. അപ്പം ഇനി 2010 ഇപ്പോൾ 2016 കേട്ടോ ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടായിരുന്നത്. ഇനി 2017 ഇൻസ്റ്റാൾമെൻറ്റ് ലെസ് ഇൻസ്റ്റാൾമെൻറ്റ് 2017 ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ എത്രയും 2017 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് 2 ലക്ഷം രൂപേനെ വീണ്ടും കൊടുത്തു. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ എത്രയായി? 3 2 5 1 0 0 കിട്ടും കേട്ടോ അല്ലേ? കുറയ്ക്കുമ്പോൾ ഒരു 1 5 2 3 2 0 അങ്ങനെ വന്നു.
ഇനി നമ്മളിപ്പോൾ 2017 നാല് വർഷമല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 വർഷത്തെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അതുപോലെ ആഡ് ഇൻട്രസ്റ്റ് കൂട്ടൂ. അപ്പം 32 ലക്ഷം എത്രയാണ് വന്നിരിക്കുന്നത്? 3,25,100 അല്ലേ. 3,25,100 ഇൻറ്റു 15/100 സമം 48,765 വരുന്നത്. അതിനെ നമ്മൾ റൗണ്ട് ചെയ്യുക. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 48 ഇവിടെ ബാലൻസ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 3,25,100 ആഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയത് എത്രയെന്നാണ് പറഞ്ഞത്? 48,765 അല്ലേ പറഞ്ഞത്? 48,800. 50 മേലെ വരികയാണെങ്കിൽ അങ്ങോട്ട് മാറ്റാം. അപ്പോൾ കൂട്ടുക 9 8 1 9 8 5 13 6 7 3 ലെസ് ഇൻസ്റ്റാൾമെൻറ്റ് 2016 17 18 ഇൻസ്റ്റാൾമെൻറ്റ് 2018 കേട്ടോ. 2 ലക്ഷം വീണ്ടും കുറച്ചോളൂ. 2 ലക്ഷം വീണ്ടും കുറയ്ക്കുമ്പോൾ 1,73,90 വരും. 1,73,90 വരും. ഇനി നമ്മൾ വീണ്ടും ആഡ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക അല്ലേ. ഇതിൻ്റെ മുകളിൽ വീണ്ടും കാണാം. 1,73,900 ഇൻറ്റു 15/100 സമം എത്ര വന്നു? 26,100. അപ്പം നമുക്ക് ടോട്ടൽ ചെയ്യുമ്പം 2 ലക്ഷം രൂപ വന്നു. അപ്പം ലെസ് ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വന്നു? ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എന്തായി? 2 ലക്ഷം നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് നില്ലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്കിത് ചെയ്യാനുള്ളത്. അപ്പം നമ്മളിതിൽ എന്താണ് കണ്ടുപിടിച്ചത്? നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് അതിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? ഔട്ട്സ്റ്റാൻഡിങ് ക്യാപിറ്റൽ ലാബിലിറ്റി ഫോർ ഈച്ച് ഇയർ. ഓരോ വർഷവും എത്രത്തോളമാണ് ലാബിലിറ്റി വരുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് ചെയ്തത്? ലെസ്സറുടെ ബുക്കിൽ ഫിനാൻസ് ലീസ് പ്രകാരം ലെസ്സറുടെ ബുക്കിലും ലെസ്സിയുടെ ബുക്കിലും ഏതൊക്കെ ജേണൽ എൻട്രി ആണ് വരിക എന്നുള്ളതാണ് നമ്മളിതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നോക്കുക. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.